നടനെന്ന രീതിയിൽ ഇപ്പൊ ഗുരുക്കന്മാര് പറഞ്ഞിട്ടുള്ള അനുമോദനം അല്ലെങ്കിൽ ഈ നാടകം പ്രൊഫഷണൽ നാടകം കളിച്ചതിന്റെ ഇപ്പൊ ഇന്റർവെല്ലിനൊക്കെ അടുക്കുമ്പോഴോ അല്ലെങ്കിൽ ക്ലൈമാക്സിനൊക്കെ അടുക്കുമ്പോൾ നല്ല കസർപ്പൻ ഡയലോഗുകൾ പറയുമ്പോൾ ആളുകളുടെ ഒരു കരഘോഷം ഏത് പോയിന്റിലാ എനിക്ക് കഴിവുണ്ട്, എനിക്ക് ശോഭിക്കാനാവും, അങ്ങനെ ഉറപ്പായി തോന്നിയ ഒരു നിമിഷമുണ്ടോ ജീവിതത്തിൽ? അത് അങ്ങനെ നിമിഷമുണ്ട്. ഒരിക്കലും ഞാൻ കലാനിലയ സ്ഥിരം നാടകവേദിയിലാണ് ആദ്യമായിട്ട് അഭിനയിക്കുന്നത്. അപ്പോൾ അന്ന് കലാനിലയത്തിൽ ചെന്ന് കഴിയുമ്പം അവിടെ എല്ലാം അതിപ്രഗത്ഭന്മാരായ പഴയ ആളുകൾ, നടന്മാർ, നടീനടന്മാരുള്ള സമയം. ഓച്ചിറ വേലിക്കുട്ടിയുടെ ഒപ്പം അഭിനയിച്ചിരുന്ന നടീനടന്മാരൊക്കെ അതിനകത്തുണ്ട് അന്ന് ആ സമയത്ത്. അപ്പോൾ അങ്ങനെ അവരുടെ കൂടെ ഒക്കെ സഹകരിക്കുമ്പം അന്ന് എനിക്കൊരു അവസരം കിട്ടി, ഒരു ക്യാരക്ടർ വേഷം അതിനകത്ത് ചെയ്യാനായിട്ട്. അത് രാമായണം നാടകമാണ്. അപ്പം അതിനകത്ത് ജനക മഹാരാജാവിൻ്റെ വേഷം എടുക്കുന്ന നടന് അത്യാവശ്യമായിട്ട് വീട്ടിൽ പോകേണ്ട ഒരു പ്രശ്നം. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേന് എനിക്കന്നേരം ഒരു 16 വയസ്സ് ഒക്കെ കാണുള്ളൂ. അപ്പം ആ സമയത്ത് അങ്ങനെ വന്നപ്പോൾ ഈ ഡയലോഗ് അത് തന്നെ ജനക മഹാരാജാവ് സീതയുടെ അച്ഛൻ രാമായണത്തിന് അത് ഇമ്പോർട്ടൻ്റ് ക്യാരക്ടറാണ്. അത് തന്നെ. പക്ഷെ അത് മേക്കപ്പ്, താടി, നരച്ച വിഗ്രഹമൊക്കെ വെച്ച് കഴിയുമ്പോൾ ഓക്കെ ആയി. അപ്പം പിന്നെ പോരാത്തിന് മേക്കപ്പ് മാനും ഒക്കെ ഉണ്ടല്ലോ അവിടെ വലിയ ഒരു സംരംഭമാണല്ലോ കലാനിലയം. അത് 200 പേര് ഉള്ള സമിതിയാണ്. കലാനിലയത്തിന്റെ ഏറ്റവും സുവർണ കാലഘട്ടമാണ് അത്.